ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മുന്നിലുള്ളത് ഒരു യുവതിയുടെ അനുഭവക്കുറിപ്പാണ്. 27 വയസ്സ്, ഉയർന്ന മാസവരുമാനമുണ്ട്. പക്ഷെ വലിയ സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുന്നു. അതാണ് വിഷയം. അവർക്ക് കിട്ടുന്നത് പറഞ്ഞാൽ മാസം 1.7 ലക്ഷം രൂപയാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, ആഹാ, ഇതൊരു സ്വപ്ന വരുമാനമാണല്ലോ എന്ന്. പക്ഷേ ഈ വരുമാനം ഉണ്ടായിട്ടും ഒരു സാമ്പത്തിക കെണിയിൽപ്പെട്ട പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിദ്യാഭ്യാസ വായ്പ അടയ്ക്കണം, പിന്നെ വലിയൊരു എമൗണ്ട് SIP-യിലേക്ക് പോകുന്നുണ്ട്, പിന്നെ ദിവസത്തെ ചെലവുകൾ. ഇതൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊന്ന് സന്തോഷിക്കാൻ കയ്യിലൊന്നും ബാക്കിയില്ലത്രേ. അഥവാ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോയാൽ ഭയങ്കര കുറ്റബോധം, എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ, ഭാവിയെ ഒറ്റിക്കൊടുക്കുന്ന പോലൊരു ഫീല്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ അത് പഴയതായി കുറേ കേടുപാടൊക്കെ ഉണ്ട്. എന്നാലും പുതിയൊരെണ്ണം വാങ്ങാൻ മടിയാണ്. കാരണം സമ്പാദ്യത്തിൽ നിന്ന് കാശെടുക്കാൻ ഒരു പേടി. എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നാൽ എന്ത് ചെയ്യും? ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ട്. അതൊരു വലിയ ഉത്കണ്ഠയാണ്. അതെ. അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകുന്നത് കുറച്ചു, ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് പോലും വേണ്ടെന്ന് വെക്കുന്നു. ഇനി അഥവാ ഓർഡർ ചെയ്യേണ്ടി വന്നാൽ തന്നെ ഏറ്റവും വില കുറഞ്ഞത് നോക്കും. ഒരു 200 രൂപയിൽ താഴെയുള്ള എന്തെങ്കിലും. കാശ് ലാഭിക്കണമല്ലോ. അവരുടെ മാസത്തെ പ്രധാന ചെലവുകൾ നോക്കിയാൽ എഡ്യൂക്കേഷൻ ലോണിന് ഒരു 30,000 രൂപ, പിന്നെ SIP നിക്ഷേപം, അതിലേക്ക് വലിയൊരു തുക പോകുന്നുണ്ട്. ഏകദേശം ഒരു 50,000 തൊട്ട് 60,000 വരെ. പിന്നെ ദിവസമുള്ള യാത്രയ്ക്ക് ഒരു 20,000 രൂപ. അതും കൂടുതലാണല്ലോ. വീട്ടുജോലിക്കാരിക്ക് ശമ്പളം 5,000 രൂപ. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഒരു 5,000. പിന്നെ കഴിഞ്ഞ കുറച്ചു മാസമായിട്ട് അമ്മയ്ക്ക് മാസം 20,000 രൂപ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ കിട്ടുന്ന ശമ്പളം ഏതാണ്ട് തീർന്നു. കയ്യിലൊന്നും മിച്ചമില്ല. അവരവസാനം എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാ, ദിവസം മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും തനിക്ക് വേണ്ടി ഒരു ചെറിയ സന്തോഷം പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ ജീവിതത്തെ വെറുത്തു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിസ്സഹായത തോന്നുന്നു എന്നാണ്. ശരി, നമുക്ക് ഈ സാഹചര്യം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം അല്ലേ? തീർച്ചയായും. കാരണം ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരുപാട് പേരുണ്ടാകാം, പ്രത്യേകിച്ച് ഈ വലിയ സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ. ശരിയാണ്. ഈ അനുഭവം ഇത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഉയർന്ന വരുമാനം കിട്ടുമ്പോഴും ഒരു സാമ്പത്തിക ഞെരുക്കം, സമ്മർദ്ദമൊക്കെ തോന്നുന്നത് ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും സിറ്റികളിലെ ജീവിതച്ചെലവ് വെച്ച് നോക്കുമ്പോൾ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ അവസ്ഥയെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു രീതിയിലൊന്ന് നോക്കിക്കാണാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയില്ലേ, അതിനെ സ്വയം ഒന്ന് അഭിനന്ദിക്കണം. 27 വയസ്സിൽ 1.7 ലക്ഷം മാസം വരുമാനം, അതൊരു ചെറിയ കാര്യമല്ല. അതെ, അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഈ രാജ്യത്ത് എത്രയോ ലക്ഷം ആളുകൾക്ക് മാസം ഒരു 10,000 രൂപ പോലും സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നേടിയത് എത്ര വലുതാണെന്നൊന്ന് ഓർക്കണം. മറ്റുള്ളവർക്ക് ചിലപ്പോൾ സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന ഒരു സാമ്പത്തിക നിലയാണ് ഈ ജോലി നിങ്ങൾക്ക് തരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും എവിടെ എത്തി എന്നതിനേക്കാൾ ഇനിയും എവിടെ എത്തണമെന്നോർത്താണല്ലോ കൂടുതൽ വിഷമിക്കാറ്. കറക്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരുമാനമുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ എഡ്യൂക്കേഷൻ ലോൺ മാസം 30,000 രൂപ അടച്ചു തീർക്കാൻ പറ്റുന്നത്. അതുപോലെ വലിയൊരു തുക, ഏകദേശം 50,000, 60,000 രൂപ എല്ലാ മാസവും SIP ആയിട്ട് നിക്ഷേപിക്കാൻ കഴിയുന്നത്. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് എല്ലാ മാസവും കൃത്യമായി ഒരു തുക മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അതെ. ലോങ് ടേമിലേക്ക് സമ്പാദ്യമുണ്ടാക്കാൻ നല്ലൊരു വഴിയാണത്. തീർച്ചയായും. അതുപോലെ ഈ പറഞ്ഞ കൂടിയ യാത്രാ ചെലവ് 20,000 രൂപ, പിന്നെ അമ്മയ്ക്ക് കൊടുക്കുന്ന കാശ് 20,000 രൂപ, ഇതൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നത് ഈ ജോലി കയ്യിലുള്ളതുകൊണ്ടാണ്. ശരിയാണ്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ഈ ജോലി ഇല്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ? ഒരുപക്ഷെ ഈ ലോൺ തിരിച്ചടവൊക്കെ മുടങ്ങി, കടം കയറി, അതിലും വലിയ സ്ട്രെസ്സായേനെ. ശരിയാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ ജോലിയെ ഒരു ഭാരമായിട്ട് കാണാതെ അതൊരു അനുഗ്രഹമാണ് എന്ന് കാണാൻ ശ്രമിക്കുന്നത്, അത് നമ്മുടെ മനോഭാവത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരും. ഇപ്പോഴത്തെ ഈ ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മാറി ഉള്ള കാര്യങ്ങൾക്ക് ഒരു നന്ദി പറയാൻ തോന്നും. ഇനി മറ്റേ കാര്യം, സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങാൻ പോലും കുറ്റബോധം തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ? സാമ്പത്തിക അച്ചടക്കം വേണം, സമ്മതിച്ചു. പക്ഷേ അത് ജീവിതത്തിലെ ചെറിയ കുഴപ്പമില്ലാത്ത സന്തോഷങ്ങളെ പോലും ഇല്ലാതാക്കുമ്പോഴോ?
അത് നമ്മുടെ മാനസികാരോഗ്യത്തെ മോശമായി ഭാവിക്കില്ലേ? കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് ഒരു പരിധിവരെ ജീവിതം എൻജോയ് ചെയ്യാൻ കൂടിയാണല്ലോ. മുഴുവൻ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇപ്പോഴത്തെ ജീവിതം മിസ്സാവില്ലേ? തീർച്ചയായും. സാമ്പത്തിക അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ, അതിനെ അഭിനന്ദിക്കണം. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ സ്വയം സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചാൽ കാലക്രമേണ അതൊരു മടുപ്പിലേക്കും ഒരുതരം നീരസത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. ഈ സെൽഫ് കെയർ എന്നൊക്കെ പറയില്ലേ, സ്വയം ശ്രദ്ധിക്കുന്നത് ഒരു ലക്ഷറിയല്ല, അതൊരു ആവശ്യകതയാണ്. അപ്പോൾ ആ സമ്പാദ്യത്തെ ചതിക്കുന്നു എന്നൊരു തോന്നൽ വേണ്ട. അതിന് പകരം ഒരു ചെറിയ തുക എല്ലാ മാസവും ഒരു 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെയെങ്കിലും സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരു കുറ്റബോധവുമില്ലാതെ ചിലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചൂടെ? ഓക്കെ. അതിന് നമുക്കൊരു ഫണ്ട് എന്നോ ഹാപ്പിനെസ് ഫണ്ട് എന്നൊക്കെ വിളിക്കാം. ആഹാ, നല്ല ഐഡിയ. അതായത് ഈ കാശ് വെച്ചിട്ട് കുറച്ച് മാസം കഴിയുമ്പോൾ ആഗ്രഹിച്ച ഫോൺ വാങ്ങാം, അല്ലേ വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോകാം, അങ്ങനെയൊക്കെ. ഇത് നിങ്ങളുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളെ, അതായത് ആ വലിയ SIPയെയോ ലോൺ തിരിച്ചടവിനെയോ ഒന്നും കാര്യമായി ബാധിക്കില്ല. പക്ഷേ ജീവിതം കുറച്ചുകൂടി ആസ്വാദ്യകരമാക്കാൻ സഹായിക്കും. ഈ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു എനർജി തരുന്നത്. ശരിയാണ്. ഇനി അവരുടെ ചെലവുകളുടെ കാര്യം എടുത്താലോ? എഡ്യൂക്കേഷൻ ലോൺ, SIP, യാത്ര, അമ്മച്ച് കൊടുക്കുന്നത്. ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് പണം കൈകാര്യം ചെയ്യുന്നത് എന്ന്. എന്നാലും ഈ ഒരു പ്രഷർ കുറയ്ക്കാൻ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? എന്തെങ്കിലും സാധ്യതകളുണ്ടോ? സാധ്യതകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഈ വിദ്യാഭ്യാസ വായ്പ. മാസം 30,000 പോകുന്നുണ്ട്. അതൊരു വലിയ കമ്മിറ്റ്മെൻ്റാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ ലോണിൻ്റെ പലിശ നിരക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് ഇതിലും കുറഞ്ഞ പലിശയ്ക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഈ ലോൺ റീഫിനാൻസ് ചെയ്യാൻ പറ്റുമോന്ന് അന്വേഷിക്കണം. ലോൺ മാറ്റുന്നത് കുറഞ്ഞ പലിശയിലേക്ക്. അതെ. അങ്ങനെ പറ്റിയാൽ മാസത്തെ അടവ് EMI കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിരിച്ചടവ് കാലാവധി കുറച്ചുകൂടി നീട്ടിത്തരാൻ പറ്റുമോ എന്നും ചോദിക്കാം. അതും EMI കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ കയ്യിൽ കുറച്ചുകൂടി കാശ് വരും, നമ്മുടെ ക്യാഷ് ഫ്ലോ മെച്ചപ്പെടും. അടുത്തത് SIP നിക്ഷേപം. മാസം 50,000 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നത് അതിഗംഭീരമായ കാര്യമാണ്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. അതിന് ശരിക്കും ഒരു വലിയ കയ്യടി കൊടുക്കണം. തീർച്ചയായും. പക്ഷേ ഇത് താങ്ങാൻ പറ്റാത്ത അത്രയും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു താൽക്കാലികമായിട്ട് ഒരു 1-2 കൊല്ലത്തേക്ക് ഈ തുക കുറച്ചൊന്ന് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഉദാഹരണത്തിന് ഒരു 40,000 ആക്കിയാലും അതൊരു മികച്ച നിക്ഷേപം തന്നെയാണ്. താൽക്കാലികമായിട്ട്. അതെ. ഈ ലോൺ അടച്ചു തീരുന്നത് വരെയോ അല്ലെങ്കിൽ ഈ സാമ്പത്തിക സമ്മർദ്ദം ഒന്ന് കുറയുന്നത് വരെയോ ഇങ്ങനെ ചെയ്യാം. കാരണം കോമ്പൗണ്ടിങ്ങിന്റെ പവർ കാരണം ലോങ് ടേമിൽ നോക്കുമ്പോൾ ഈ ചെറിയ കാലയളവിലെ കുറവ് നിങ്ങളുടെ മൊത്തം സമ്പാദ്യത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കില്ല. അത് നല്ല രീതിയിൽ തന്നെ വളർന്നോളും. ശരി. ഇനി യാത്രാ ചെലവ് 20,000 രൂപ. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അതെ, എനിക്കും തോന്നി. ഇത് എങ്ങനെയാണ് ഇത്രയും വരുന്നതെന്ന് നോക്കണം. ചിലപ്പോൾ ദിവസവും ടാക്സിയോ മറ്റോ ആയിരിക്കാം. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് കാർപൂൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ ആഴ്ചയിൽ 1-2 ദിവസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ, അതായത് വർക്ക് ഫ്രം ഹോം, കമ്പനി സമ്മതിക്കുമോ എന്നും ചോദിച്ചു നോക്കാവുന്നതാണ്. അതും ഒരു ഓപ്ഷനാണ്. ചെറിയ മാറ്റങ്ങൾ മതിയാവും. ചിലപ്പോൾ കാര്യമായ വ്യത്യാസം വന്നേക്കാം. പിന്നെ അമ്മയ്ക്കുള്ള തിരിച്ചടവ് മാസം 20,000. അത് നിങ്ങളുടെ ഒരു നല്ല മനസ്സിനെയും കടമയുമാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അമ്മയോടൊന്ന് തുറന്ന് സംസാരിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. സംസാരിക്കാൻ ഒരു മടിയുണ്ടാവില്ലേ? ഉണ്ടാവാം. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നൊരമ്മയാണെങ്കിൽ ഒരുപക്ഷെ താൽക്കാലികമായിട്ടെങ്കിലും ഈ തിരിച്ചടവൊന്ന് നിർത്താനോ അല്ലെങ്കിൽ തുകയൊന്ന് കുറയ്ക്കാനോ സമ്മതിച്ചേക്കാം. ഭാരം കുറയ്ക്കാൻ അവരും സഹായിച്ചേക്കും. ശരിയാണ്, അതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അവസാനം മറ്റ് ചെലവുകൾ. വീട്ടുജോലിക്കാർക്കും പേഴ്സണൽ ആവശ്യങ്ങൾക്കുമായി 10,000 രൂപ. അത് ന്യായമായിട്ട് തോന്നാം. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെയും എന്തെങ്കിലും ചെറിയ രീതിയിൽ ലാഭിക്കാൻ പറ്റുമോ എന്ന് ഒന്നുകൂടി നോക്കുന്നത് നല്ലതാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പാക്കിയാൽ ഒരുപക്ഷെ മാസം ഒരു 10,000 രൂപ തൊട്ട് 20,000 രൂപ വരെയെങ്കിലും എക്സ്ട്രാ കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. സാധ്യതയുണ്ട്. ആ കാശ് ഈ പറഞ്ഞതുപോലെ
കുറ്റബോധമില്ലാതെ ചിലവഴിക്കാം, അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടിലേക്ക് മാറ്റാം. അതെ, തീർച്ചയായും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അതൊരു വലിയ വ്യത്യാസമാകും. ഇവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വരുന്നത്. ഈ വരുമാനം വെച്ച് ഇത്രയും സമ്മർദ്ദമുണ്ടെങ്കിൽ വരുമാനം കൂട്ടാനുള്ള വഴികളെക്കുറിച്ചും ചിന്തിക്കാമല്ലോ. തീർച്ചയായും. ടെക്നോളജി ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊരു നല്ല പോയിന്റാണ്. ടെക് ഫീൽഡിൽ അവസരങ്ങൾ തീർച്ചയായും കൂടുതലാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള പുതിയ ടെക്നോളജികളിൽ സ്കിൽസ് കൂട്ടുന്നത്, അതൊരു പക്ഷേ ഇപ്പോഴുള്ളതിനേക്കാൾ നല്ല ശമ്പളമുള്ള ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലിയിൽ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടാനും സഹായിച്ചേക്കാം. സ്കിൽ അപ്ഗ്രേഡേഷൻ. അതെ, ഓൺലൈൻ കോഴ്സുകളോ സർട്ടിഫിക്കേഷനുകളോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വേറൊരു സാധ്യത നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നതാണ്. മാസത്തിൽ കുറച്ചു മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ മതിയാവും. ചിലപ്പോൾ ഒരു എക്സ്ട്രാ 10,000 20,000 ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയേക്കാം. ഫ്രീലാൻസിംഗ് അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനും കഴിവിനും വെച്ച് മറ്റു കമ്പനികൾ ഇതിലും നല്ല ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് മാർക്കറ്റിലൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴൊരു ജോലി മാറുന്നത് സാമ്പത്തികമായിട്ട് വലിയൊരു ബൂസ്റ്റ് തന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഈ വരുമാനം കൂട്ടാനുള്ള വഴികൾ തേടി അനാവശ്യമായിട്ട് കൂടുതൽ സ്ട്രെസ് എടുക്കരുത്. കാരണം ഇപ്പോഴത്തെ ജോലി തന്നെ വളരെ നല്ല ഒന്നാണ്. പലരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലാണ് നിങ്ങളിപ്പോൾ. ശരിയാണ്. ഇനി ആ ഭയത്തിന്റെ കാര്യം. എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചാലോ എന്നൊരു പേടി എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പഴയ ഫോൺ മാറ്റാൻ മടിക്കുന്നതിന്റെ ഒരു കാരണവും ചിലപ്പോൾ അതായിരിക്കാം. ഈ പേടിയെ എങ്ങനെ മറികടക്കാം? ഇതൊരു സാധാരണ ചിന്തയാണോ? ഇത് വളരെ വളരെ സാധാരണമായ ഒരു പേടിയാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോൾ. ഈ ഭയം നിങ്ങളുടെ മൊത്തത്തിലുള്ള സ്ട്രെസ്സിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ഇതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ്. അതായത് അടിയന്തര ആവശ്യങ്ങൾക്കുള്ളൊരു കരുതൽ ധനം. നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരെണ്ണം ഇല്ലെങ്കിൽ അതിനായിരിക്കണം ഇനി ആദ്യത്തെ മുൻഗണന. എമർജൻസി ഫണ്ട്. അപ്പോൾ ഏകദേശം എത്ര രൂപയാണ് അതിൽ വേണ്ടത്? സാധാരണ പറയാറ് നിങ്ങളുടെ ഒരു 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള ജീവിത ചെലവിന് വേണ്ട തുക. നിങ്ങളുടെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം 1,50,000 രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെ. ഓക്കേ. ഈ തുക പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് എങ്ങനെ കാശ് കണ്ടെത്തും? ഇപ്പോൾ ആ SIP-യിലേക്ക് ഇടുന്ന വലിയ തുകയില്ലേ, അതിൻ്റെ ഒരു ഭാഗം ഈ എമർജൻസി ഫണ്ട് ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായി ഇതിലേക്ക് മാറ്റാവുന്നതാണ്. ഈയൊരു സേഫ്റ്റി നെറ്റ്, ഈയൊരു സുരക്ഷാ കവചം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് പഴയ പോലെ മുഴുവൻ തുകയും SIP-യിലേക്ക് മാറ്റാം. അതൊരു വലിയ ആശ്വാസം തരുമല്ലേ? തീർച്ചയായും. ഇങ്ങനെ ഒരു കരുതൽ ധനം കയ്യിലുണ്ടെന്നുള്ള അറിവ് മാത്രം മതി പെട്ടെന്നുണ്ടാകുന്ന ചിലവുകളെക്കുറിച്ചുള്ള പേടി, അതായത് ജോലി പോവുക, എന്തെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോൺ മാറ്റേണ്ടി വരിക, അങ്ങനെയുള്ള പേടികൾ ഒരുപാട് കുറയും. ശരിയാണ്. അതുപോലെ കാശ് ലാഭിക്കാൻ വേണ്ടി സോഷ്യൽ ലൈഫ് ഒഴിവാക്കുന്നു, കൂട്ടുകാരുമായി പുറത്തു പോകാറില്ല, ഫുഡ് ഓർഡർ ചെയ്യാൻ മടിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? സാമ്പത്തികമായി നോക്കുമ്പോൾ അതിൽ തെറ്റില്ലെന്ന് തോന്നാം. പക്ഷെ ഇത് ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബാധിക്കില്ലേ? ബാധിക്കും. മിതവ്യയം നല്ലതാണ്, നമ്മൾ വീണ്ടും പറയുന്നു. പക്ഷേ എല്ലാ സോഷ്യൽ കൂടിക്കാഴ്ചകളും ഒഴിവാക്കുന്നത് അത് ലോങ് റണ്ണിൽ നമ്മുടെ മാനസികാരോഗ്യത്തെയും നമ്മുടെ ബന്ധങ്ങളെയൊക്കെ മോശമായി ബാധിക്കും. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. കൂട്ടുകാരുമായുള്ള ബന്ധങ്ങൾ, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, അതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വളരെ അത്യാവശ്യമാണ്. ജീവിതമെന്നത് ഭാവിയിലേക്ക് വേണ്ടി മാത്രം കാശ് കൂട്ടിവെക്കാനുള്ള ഒന്നല്ല, വർത്തമാനകാലം ആസ്വദിക്കാൻ കൂടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. ഈ സാമ്പത്തിക അച്ചടക്കവും ജീവിതത്തിലെ സന്തോഷങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം? അതെ, അതെങ്ങനെ പറ്റും? രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഫണ്ടിന് പുറമേ ഈ സാമൂഹികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഒരു ചെറിയ തുക എല്ലാ മാസവും ബഡ്ജറ്റിൽ നീക്കിവെക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാസം 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ. ഓക്കെ. ഈ കാശ് കൂട്ടുകാരുടെ കൂടെ ഒരു ചായ കുടിക്കാൻ പോകാനോ, ഒരു സിനിമ കാണാനോ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഓർഡർ ചെയ്യാനോ ഒരു കുത്രബോധവുമില്ലാതെ ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ബാധിക്കുകയുമില്ല. എന്നാൽ ജീവിതത്തിന് വേണ്ട ആ ചെറിയ സന്തോഷങ്ങൾ കിട്ടുകയും ചെയ്യും. ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. അതെ, ഈ ചെറിയ നിമിഷങ്ങളാണ് നമുക്ക് മുന്നോട്ടു പോകാനുള്ള ഒരു ഊർജം തരുന്നത്.
ജീവിതം കുറച്ചും കൂടി സന്തുലിതവും ആസ്വാദ്യകരവുമാകും. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വലിയ ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാനറുടെ സഹായം തേടുന്നതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ പ്ലാനർ? അതെ, നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാനും ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ഭാവിയിലെ വലിയ ലക്ഷ്യങ്ങൾ, ഇപ്പോൾ വീട് വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ലോൺ വേഗം അടച്ചു തീർക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അവർ സഹായിക്കും. ചിലപ്പോൾ ഒരു സിറ്റിംഗ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയേക്കാം, ആ സമ്മർദ്ദം കുറഞ്ഞേക്കാം. ശരിയാണ്. അപ്പോൾ ഈയൊരു ചർച്ചയിൽ നിന്ന് സമാനമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവർക്ക് എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്? കാരണം ഉയർന്ന വരുമാനം നേടുന്ന പലർക്കും ഒരുപക്ഷേ പുറത്തു പറയാത്ത ഇതുപോലത്തെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, അല്ലേ? തീർച്ചയായും ഉണ്ടാകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കടങ്ങൾ വീട്ടുന്നു, ഭാവിക്കു വേണ്ടി വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും നിങ്ങളുടെ 27-ാം വയസ്സിൽ. ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് സ്വയം കുറച്ചൊരു ദയ കാണിക്കുക എന്നതാണ്. ഈ സാമ്പത്തിക സമ്മർദ്ദം തോന്നുന്നത് നിങ്ങളുടെ കഴിവുകേടോ പരാജയമോ അല്ല, അതല്ല. മറിച്ച് ഒരു വലിയ സിറ്റിയിലെ ഉയർന്ന ജീവിത ചെലവിനെയും മറ്റു ഉത്തരവാദിത്തങ്ങളെയും നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ നേരിടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കു വേണ്ടി നല്ല സ്ട്രോങ് ആയൊരു അടിത്തറയുണ്ടാക്കുകയാണ്. ആ ഒരു പ്രോസസ്സിൽ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് ചെലവാക്കുന്നത്, ഉദാഹരണത്തിന് ഒരു പുതിയ ഫോൺ വാങ്ങുന്നത്, അത് നിങ്ങളുടെ പുരോഗതിയെ ഇല്ലാതാക്കില്ല. അതൊരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ്. ഇതിനെ ഒരു വലിയ പിക്ചറിൽ കാണാൻ ശ്രമിച്ചാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വരുമാനം ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഒരുപക്ഷെ ഈ കടങ്ങൾ വീട്ടാൻ പോലും ബുദ്ധിമുട്ടിയേനെ. മാസം 1.7 ലക്ഷം രൂപ ശമ്പളം എന്നത് നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള വളരെ കുറച്ചാളുകളുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. ശരിയാണ്. ഇത് ഭൂരിഭാഗം ആളുകൾക്കും സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന അവസരങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ വെറുതെ പിടിച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ കടങ്ങൾ വീട്ടുന്നു, അമ്മയെ സഹായിക്കുന്നു, വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും ഉയർന്ന ജീവിത ചെലവുള്ള ഒരു സിറ്റിയിൽ ജീവിച്ചുകൊണ്ട്. ഇത് നിങ്ങളുടെ കഴിവിനും അച്ചടക്കത്തിനുമുള്ള ഒരു വലിയ തെളിവാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്, അത് റിയലാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ വിജയത്തെ നിർവചിക്കുന്നില്ല. നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ശരിയായ വഴിയിൽ തന്നെയാണ്. ആ യാത്ര ചിലപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടാകാം, അത്രേ ഉള്ളൂ. ഓർക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ചെറിയ പേഴ്സണൽ സന്തോഷങ്ങൾക്ക് കൂടി സ്ഥലം കൊടുക്കുന്ന ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ടാക്കുക. ചെലവുകൾ യുക്തിപരമായി കുറയ്ക്കാനും പറ്റുമെങ്കിൽ വരുമാനം കൂട്ടാനുമുള്ള വഴികൾ നോക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഇതുവരെ നേടിയ കാര്യങ്ങളെ സ്വയം അംഗീകരിക്കുക, അതിൽ അഭിമാനിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉയർന്ന വരുമാനമുള്ള ഒരുപാട് ചെറുപ്പക്കാർ വലിയ സിറ്റികളിൽ ഇതുപോലത്തെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള വരുമാനവും അച്ചടക്കവും വെച്ച് ഈ വെല്ലുവിളിയെ മറികടന്ന് ഒരു ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. ഉള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക, ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക, അതോടൊപ്പം ഈ യാത്ര ആസ്വദിക്കാൻ സ്വയം അനുവദിക്കുക. നിങ്ങൾക്കിത് സാധിക്കും. ഉയർന്ന വരുമാനമുണ്ടായിട്ടും ഇതുപോലെ സാമ്പത്തിക സമ്മർദ്ദം നിങ്ങളും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പ്രചോദനം നൽകുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ ചിന്തകളോ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കഥകളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാനുള്ള ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com. പുതിയൊരു വിഷയവുമായി അടുത്ത ഓപ്പൺ മൈക്കിൽ വീണ്ടും കാണാം. നന്ദി.